ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വർഷയും ശ്രീകാന്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ താൻ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാശി പിടിച്ചിരിക്കായിരിക്കും ചന്ദ്രമതി. എന്നാൽ ചന്ദ്ര കഴിക്കാതെ ഞാനും ഇനി മുതൽ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുമായിരിക്കും രവീന്ദ്രൻ. എന്നാൽ ആന്റി ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കൂടെ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ വാശിയോടെ ഇരിക്കായിരിക്കും ശ്രുതിയും. എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കാണുന്ന സമയത്തിന് സച്ചിക്ക് അങ്ങ് വല്ലാതാവുന്നത്, പ്രത്യേകിച്ച് ചന്ദ്രമതി കഴിക്കാതിരിക്കുന്നത് കാണുന്ന സമയത്തിന് സച്ചി പുറത്തു പോയിട്ട് ഒരു പാക്കറ്റ് ബിരിയാണി വാങ്ങിച്ചു വരും. ബിരിയാണിയുമായിട്ട് തിരിച്ചു വന്നതിന് ശേഷം സച്ചി പറഞ്ഞത് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല, ഇതെന്റെ ഫ്രണ്ട് എനിക്ക് തന്ന ബിരിയാണിയാണ്, നോമ്പ് കാലത്ത് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണി കഴിച്ചാൽ പിന്നെ നമ്മുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നൊക്കെ പറയട്ടെ സച്ചി. അമ്മയുടെ ആഗ്രഹം ഇപ്പൊ എത്രയും പെട്ടെന്ന് ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ബിരിയാണി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോയവരൊക്കെ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറയണ സച്ചി. സച്ചിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിന്റെ അവിടെ വന്നിരിക്കുകയാണ്. ആ സമയത്തിന് സച്ചി ചന്ദ്രമതിയെ നോക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നത്, അതെ ഞാൻ ബിരിയാണി കഴിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമില്ല ഇത് വന്നിരുന്ന് കഴിക്കുന്നത്, എന്റെ മോൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കഴിക്കുന്നത്. ഏതായാലും ബിരിയാണി ചന്ദ്രമതി നല്ല ആർത്തിയോടെ തന്നെ നല്ലോണം വലിച്ചുവാരി കഴിക്കുന്നുണ്ട്. എല്ലാവരും ബിരിയാണി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞത്, ഇത് മലേഷ്യയിലുള്ള ഒരു സ്പെഷ്യൽ കുക്കാണ് ഈ ബിരിയാണി വെച്ചത് എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രമതി പറയുന്നത്, ഓ മലേഷ്യ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അല്ല ശ്രുതി, മലേഷ്യയിൽ നിന്നും നിന്റെ അച്ഛൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയില്ലല്ലോ, നിന്റെ അച്ഛന് ഇത് എന്ത് പറ്റി? അന്നേരം ചന്ദ്രമതിയുടെ ചോദ്യം കേൾക്കുന്ന സമയത്തിന് ശ്രുതി ആകങ്ങനെ ഷോക്കായി നിൽക്കുമായിരിക്കും, എന്ത് പറയണമെന്നറിയില്ല. വീണ്ടും ചന്ദ്ര അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞത്, അത് പിന്നെ ആന്റി എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, ഞാൻ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. അന്നേരം ചന്ദ്രമതി പറയുന്നത്, അല്ല നിന്റെ അച്ഛൻ എയർപോർട്ട് വരെ വന്നു എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇതുവരെയും ഇങ്ങോട്ടേക്ക് എത്തിയില്ല. ശ്രുതി നീ പറയുന്നതൊന്നും എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, അമ്മേ ഇപ്പൊ തൽക്കാലം ഈ ഭക്ഷണം കഴിക്കാൻ നോക്ക്, അവർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എങ്ങോട്ടേക്കെങ്കിലും പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് ശ്രുതി. ഇത് കേട്ടുകൊടുത്തിട്ട് രവീന്ദ്രൻ ചോദിക്കുന്നത്, അല്ല ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയ ആളെന്താ ഇതുവരെയായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്താത്തത് എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ സച്ചി കളിയാക്കി കൊടുത്തിട്ട് പറയുന്നത്, ചില ആൾക്കാർ ഫ്ലൈറ്റിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന്റെ മുകളിലേക്ക് അങ്ങ് പറന്നു പോവാറില്ലേ, അതുകൊണ്ട് ചിലപ്പോൾ ഫ്ലൈറ്റോട് അങ്ങ് പറന്നു പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അല്ല ഇനി ഒരു പക്ഷെ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ പോലും അവളുടെ ഇളയച്ചൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ, അയാൾക്കെങ്കിലും കോൾ ചെയ്യേണ്ടതില്ലേ എന്നൊക്കെ ചോദിക്കാണ് സച്ചി. അന്നേരം ശ്രുതി പറഞ്ഞത്, ഞാൻ എന്റെ ഇളയച്ചനെ വിളിച്ചു നോക്കിയതാണ് ആന്റി, പക്ഷേ ഇളയച്ചന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ശ്രുതി ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന സമയത്തിന് സച്ചി ചോദിക്കുന്നത്, അച്ഛാ ഈ പാർലർ അമ്മയുടെ വാക്കൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാണ് സച്ചി. അന്നേരം രേവതി പറഞ്ഞിട്ട്, വേണ്ട സച്ചിയേട്ടാ നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങൾ ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സച്ചിനെ ഇങ്ങനെ തടഞ്ഞു നിൽക്കുമായിരിക്കും രേവതി. ശ്രുതിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്കും ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്ന ചന്ദ്രമതി പറഞ്ഞിട്ട്, ഇതിപ്പോ എന്താ നിന്റെ അച്ഛനും ഇളയച്ചനും ഒരേ സമയത്ത് ഫോൺ എടുക്കുന്നില്ല, ഇതിനകത്ത് എന്തോ സംശയമുണ്ട്, ശരിക്കും നീ വിളിച്ചു പറയുന്നതെല്ലാം തന്നെ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടതിന് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, ചന്ദ്രൻ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ നീ ഇപ്പൊ തൽക്കാലം ഈ ബിരിയാണി കഴിക്കുക, ഇപ്പൊ ഈ കാര്യം മോളോട് പറഞ്ഞത് എന്തിനാ മോളെ, നീ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരോടും ബിരിയാണി കഴിക്കാൻ വേണ്ടി പറയാണ് രവീന്ദ്രൻ. ഏതായാലും എല്ലാവരും ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് പോകും. എന്നാൽ ശ്രുതി ഭയങ്കര ടെൻഷനോട് ഇങ്ങനെ മുറിയിലിരിക്കുന്ന സമയത്തായിരിക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതിയെ കാണുന്ന സമയത്തിന് ശ്രുതി പേടിച്ച് വിറച്ചു കൊണ്ടതിന് അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് നിൽക്കും. ചന്ദ്രമതി പറഞ്ഞിട്ട്, എടി നീ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരിക്കും, പക്ഷെ എനിക്ക് ഒരിക്കലും ഉറക്കം വരുന്നില്ല, നീ അടുത്തിടെയായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ട് എനിക്കങ്ങ് ദഹിക്കാൻ പറ്റുന്നില്ല, ശരിക്കും നീ സത്യമാണോ കള്ളമാണോ ഈ പറയുന്നത്? അന്നേരം ശ്രുതി ചോദിക്കുന്നത്, എന്താ ആന്റി പറയുന്നത്, ഞാൻ എന്താ ആന്റിയോട് കള്ളം പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രുതി സങ്കടപ്പെടും. അന്നേരം ചന്ദ്രമതി പറയുന്നത്, അതേടി നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ എന്താ കുഞ്ഞുവാവയാണോ, എന്താടി നിനക്ക് എന്നെ കണ്ടിട്ട് വെറും ഒരു കോമാളിയായിട്ട് തോന്നുന്നത്, നിന്റെ അച്ഛൻ എപ്പ വരും എന്നൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ നിർത്താതെ നിന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ സമയത്തൊക്കെ നീ വിദഗ്ധമായിട്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു, എന്താടി നീ ഇങ്ങനെ ഓരോ കള്ളത്തരം പറഞ്ഞാൽ പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ചോദ്യം ഞാൻ അങ്ങ് വിട്ടുകളയുമെന്ന് നീ വിചാരിച്ചോ? അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, ഇല്ല ആന്റി സത്യമായിട്ടും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടി എത്ര കാലം നീ ഇങ്ങനെ ഈ ഒരു കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും, നിന്റെ കല്യാണത്തിന് വിളിച്ചിട്ട് അയാൾ വന്നില്ല, പിന്നെ താലി പിരിച്ച് കോർക്കലിനും അയാൾ വന്നില്ല, വീട്ടിലേക്ക് ആള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എയർപോർട്ട് വരെ എത്തി, എന്നിട്ട് ഇതുവരെയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടില്ല, ശരിക്കും നിനക്ക് അങ്ങനെ ഒരു അച്ഛൻ എന്ന് പറയുന്ന ആളുണ്ടോടി എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് ചന്ദ്രമതി ഭയങ്കര കരിപ്പിലായിരിക്കും. എന്താടി അച്ഛൻ എന്ന് പറയുന്നത് നിന്റെ സങ്കല്പം മാത്രമാണോ, എല്ലാവരെയും നുണ പറഞ്ഞ് പറ്റിക്കാമെന്ന് വിചാരിച്ചോ നീയെ? അന്നേരം ശ്രുതി ചോദിക്കുന്നത്, ആന്റി എന്തിനാ വെറുതെ എന്നോട് ദേഷ്യപ്പെടുന്നത്, അപ്പോ ഞാൻ കള്ളം പറയുന്നതാണ് ആന്റി വിചാരിച്ചു വെച്ചേക്കുന്നത്? അന്നേരം ചന്ദ്രമതി പറയുന്നത്, അതേടി നീ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്, നീ ശരിക്കും എന്റെ മുഖത്ത് നോക്കിയിട്ട് കള്ളം പറയാണെന്ന്. നിന്റെ കല്യാണത്തിന് മുൻപേ തന്നെ ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിന്നോട് അങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പിന്നെ നീ നിന്റെ അച്ഛനോട് ഫോണിൽ സംസാരിച്ചു എന്ന് പറയാന്നല്ലാതെ ഞാൻ ഒരിക്കലും നീ നിന്റെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നതൊന്നും കേട്ടിട്ടില്ല.
സത്യം പറയടി, നീ പറയുന്നതൊക്കെ നുണയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞ് ഇല്ല ആന്റി, അദ്ദേഹം ഇപ്പൊ കുറച്ച് ബിസി ആയിട്ടാണ്. അന്നേരം ചന്ദ്രക്ക് അങ്ങ് ദേഷ്യം വരട്ടെ. ചന്ദ്രമതി പറഞ്ഞിട്ട് എടി ചുമ്മാ ബിസി ഈസി എന്നൊന്നും പറയാതെ അതിന് മാത്രം എന്ത് മലമറിക്കുന്നത് ജോലിയായിട്ട് അയാൾക്ക് മലേഷ്യയിലുള്ളത്? അതോ ഇനി മലേഷ്യ മൊത്തം ഭരിക്കുന്നത് നിന്റെ അച്ഛനാണോ? സ്വന്തം മോളോട് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പോലും നിന്റെ അച്ഛന് സമയമില്ല. ശരി, നിന്റെ അച്ഛൻ ഇനി എന്നോട് സംസാരിച്ചില്ലെങ്കിലും വേണ്ടില്ല, മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ഇന്നേ വരെ മകളുടെ സുഖാന്വേഷണം വിവരം അന്വേഷിച്ചുകൊണ്ട് നിന്റെ അച്ഛൻ ഒരിക്കലെങ്കിലും നിന്നെ വിളിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു അച്ഛനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നീ വർഷയുടെ അമ്മയെ നോക്ക്. അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം എത്ര തവണ വർഷയുടെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലൊരു പ്രശ്നമായപ്പോഴേക്കും അവളെ കൂട്ടിക്കൊണ്ടുപോയി. ആ കാര്യം അങ്ങ് വിട്ടേക്ക്. ഇപ്പോ ഇതവിടെ വന്നിരിക്കുന്ന രേവതിയില്ലേ, രേവതിയുടെ അമ്മ മാസത്തിൽ 2 തവണയെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് മകളെ കണ്ടിട്ട് പോവും. എനിക്ക് അവളെ ഇഷ്ടമില്ലാത്തതാണ്. അവരിങ്ങോട്ടേക്ക് വരുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ പോലും അവർ വന്നിട്ട് മകളെ കണ്ടിട്ട് പോവും. എത്രയൊക്കെ പറഞ്ഞാലും രേവതിയുടെ അമ്മക്ക് രേവതിയോട് ഭയങ്കര സ്നേഹമുണ്ട്. എന്നാ പിന്നെ നിന്റെ അച്ഛനോ? ശരിക്കും നിന്റെ അച്ഛൻ എന്ന് പറയുന്ന അങ്ങനെ ഒരാളുണ്ടോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് നല്ല സംശയമാണ്. നീ ശരിക്കും നിന്റെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടോടി? അതോ നീ ഇത്ര കാലം എന്നോട് പറഞ്ഞതൊക്കെ കള്ളമാണോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ദേഷ്യത്തിൽ ഇങ്ങനെ ചോദിക്കാട്ടോ. ആ സമയത്തിന്റെ ശ്രുതി പറഞ്ഞിട്ട് എന്താ ആന്റി പറയുന്നത്? ഞാൻ എന്തിനാ ആന്റിയോട് കള്ളം പറയുന്നത്? അന്നേരം ചന്ദ്ര ചോദിക്കുന്നത് എന്ന് വെച്ചാൽ നിന്റെ അച്ഛൻ നിന്നെ പറ്റിച്ചോണ്ടിരിക്കണോ അതോ നീ എന്നെ പറ്റിക്കുവാണോ? പുറത്ത് വെച്ച് ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീ കണ്ടതല്ലേ, ഇടയ്ക്കിടയ്ക്ക് സച്ചി രേവതി നിന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചിട്ട് ഇന്നിങ്ങനെ ചോദിക്കുന്നത് തന്നെ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന മരുമകളാണ് എന്ന് ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടെ പറയാറുണ്ട്. പക്ഷെ നീ എന്താ എന്നോട് കാണിച്ചത്? നീ ഓരോ ദിവസം എന്നെ ഇങ്ങനെ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ. അന്നേരം ശ്രുതി പറഞ്ഞിട്ട് ആന്റി ഇങ്ങനെയൊന്നും പറയില്ലേ, നിങ്ങൾക്കൊരു ഇൻസൾട്ട് പറയാൻ ഞാൻ സമ്മതിക്കുമെന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞിട്ട് അത് തന്നെയല്ലേ ഇവിടെ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറയടി, നിന്റെ അച്ഛൻ ഇനി ഇങ്ങോട്ടേക്ക് വരുമോ ഇല്ലയോ എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞത് സത്യം പറയാലോ ആന്റി, എനിക്ക് എന്ത് മറുപടി പറയണമെന്നറിയില്ല. ഈ ഒരു ചോദ്യം തന്നെയാണ് എന്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാത്തത് കൊണ്ട് തന്നെ എത്രമാത്രം സങ്കടം എനിക്കുണ്ടെന്ന് ആന്റിക്കറിയാം. എന്റെ അമ്മ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം തന്നെ എന്റെ അച്ഛൻ മറ്റൊരു കല്യാണം കഴിച്ചിട്ട് മലേഷ്യയിലേക്ക് പോയി. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഒരുപാടധികം വഴക്കുണ്ടാക്കി ദേഷ്യപ്പെട്ടതായിരുന്നു. ഇപ്പൊ ഏതായാലും പയ്യെ പയ്യെ എന്റെ അച്ഛന്റെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ എന്റെ അച്ഛനെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മോളാണ് ഞാൻ. എന്റെ അച്ഛൻ ഇപ്പോഴും എന്താ എന്നെ കാണാൻ വരാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ആന്റി എന്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അന്നേരം ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യവരോട് ചന്ദ്രമതി പറഞ്ഞിട്ട് നിർത്തടി നിന്റെ കള്ളക്കണ്ണീര് കണ്ടിട്ട് ഇനി ഞാനത് വിശ്വസിക്കുമെന്നൊന്നും നീ വിചാരിക്കണ്ട. നിന്റെ അഭിനയം ഏതായാലും ശ്രുതി വിശ്വസിച്ചോളൂ. പക്ഷെ നിന്റെ കള്ളക്കണ്ണീരും ഇതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇത്ര കാലം നീ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടതിനെ ഒരു പാവയെ പോലെ ഞാൻ തലയാട്ടി തന്നു. പക്ഷെ ഇനിയും നിന്നെ വിശ്വസിച്ചുകൊണ്ടതിനെ ഇങ്ങനെ ഇരിക്കാനൊന്നും ഞാൻ തയ്യാറല്ലടി. ഇനി നീ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി, നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ മതിയാവൂ. നിന്റെ അച്ഛൻ ഞാൻ പറഞ്ഞ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നില്ല എങ്കിൽ നിന്റെ ഈ വീട്ടിലെ സ്ഥാനം എന്താണെന്ന് ഈ ചന്ദ്രമതി തീരുമാനിക്കും. അത് പിന്നെ സുധിയോട് പോലും ഞാൻ ആലോചിക്കില്ല. അത് നോർത്താൽ നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നെങ്കിൽ ഇറങ്ങിപ്പോവട്ടെ ചന്ദ്രമതി. ചന്ദ്രമതിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്കങ്ങ് വല്ലാതായിട്ട് ശ്രുതി ശരിക്കും സങ്കടപ്പെട്ടങ്ങ് പൊട്ടിക്കരയാണ്. പിന്നീട് കാണിക്കുന്നത് രേവതിയായിരിക്കും. രേവതി ഇങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ, പെട്ടെന്ന് ഈ ഒരു ബിരിയാണി എവിടെ വന്നതാണ്? മലേഷ്യയിൽ ബിരിയാണി വെക്കുന്ന അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കുള്ളതായിട്ട് എനിക്കറിയില്ലല്ലോ എന്ന് ചോദിക്കും. അന്നേരം സച്ചി പറഞ്ഞത് അത് പിന്നെ രേവതി, ഞാൻ ചുമ്മാ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞതാ. അത് ശരിക്കും ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നതാണെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ ഭക്ഷണം കഴിക്കില്ല, എന്റെ അമ്മ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും കഴിക്കില്ല എന്ന് പറഞ്ഞത് നീ കേട്ടതല്ലേ? പാവം എന്റെ അച്ഛൻ വയ്യാത്ത ആളല്ലേ, ഒരുപാട് മരുന്നൊക്കെ കഴിക്കാനുള്ളതാണ്. അച്ഛൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? സച്ചിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന്റെ രേവതി പറഞ്ഞത്, നിങ്ങളുടെ അച്ഛന്റെ മേൽ നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങളിപ്പോ ഈ ബിരിയാണി കൊണ്ടുവരാം അത് മാത്രമല്ല കാരണം എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയട്ടെ രേവതി. നിങ്ങളുടെ അമ്മ 2 ദിവസമായിട്ട് ശരിക്കും മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഇങ്ങോട്ടേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ എന്നൊക്കെ ചോദിക്കാണ് രേവതി. ശരിക്കും അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നത്? എനിക്കറിയാം സച്ചിയേട്ടാ, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് അതൊരിക്കലും താങ്ങാൻ കഴിയില്ലെന്ന്. നിങ്ങൾ ഇനി അമ്മയെ എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹം മാത്രമാണ്. ഇന്നേ വരെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന കാര്യം പോലും നിങ്ങളുടെ അമ്മ ചോദിച്ചിട്ടില്ല. എന്നാൽ അവര് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ എന്നിങ്ങനെ രേവതി ചോദിക്കുന്ന സമയത്തിന് സച്ചിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവാണ്. സച്ചി പറഞ്ഞിട്ട്, എനിക്ക് ആദ്യമായിട്ട് ചോറ് വാങ്ങി തന്നത് എന്റെ അമ്മ തന്നെയല്ലേ. അതുമാത്രമല്ല ഇവിടെ അമ്മ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മറ്റാരും ഭക്ഷണം കഴിക്കാൻ വരില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒരു കള്ളക്കഥ പറഞ്ഞതാണ്. എന്താണെങ്കിലും എന്താ, എന്റെ അച്ഛനും ഭക്ഷണം കഴിച്ചില്ലേ? എന്ത് പറഞ്ഞിട്ടെന്താ, അമ്മയെ കൊണ്ടൊന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ 1000 രൂപ ചെലവായി പോയി. എന്നാലും ഞാൻ ഹാപ്പിയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഹാപ്പി ആയില്ലേ?
അന്നേരം രേവതി പറഞ്ഞത് നിങ്ങൾ ആരെ എന്തൊക്കെ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ പോലും നിങ്ങൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലത് മാത്രം ചെയ്യുന്നു. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും അഭിമാനം തോന്നുന്നു സച്ചിയേട്ടാന്നൊക്കെ പറയട്ടോ രേവതി. അന്നേരം സച്ചി ചോദിക്കുന്നതിന് എന്താ രേവതി നിനക്ക് പറ്റിയത്, നീ വല്ലാതെ എന്നെ അങ്ങ് പുകഴ്ത്തുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിന് രേവതി പറയുന്നുണ്ട്, അതേ സച്ചിയേട്ടാ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തന്നെയാണ്. സച്ചിയേട്ടനെ കിട്ടിയത് ശരിക്കും എൻ്റെ ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയോട് ഇങ്ങനെ ചേർന്നിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി ചെമ്പനീർ പൂവിൽ ഏതായാലും അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും